ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. ഈ ഒരു ഹെഡ്ലൈനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയുകയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ആണ് കേട്ടോ, എന്നും ഞാൻ ഡെയിലി ഒരു വീഡിയോ വെച്ചിടാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എനിക്ക് ഓരോ സബ്സ്ക്രൈബർ ആഡ് ആകുമ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തേക്ക് ഹിബുവിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ഹിബു എന്ന് പറയുന്നത് നമ്മുടെ റഹീംക്കയുടെയും നിഷിത്തയുടെയും മോളാണ്. ഞങ്ങൾ ബാംഗ്ലൂർ നാഗർഭാവിയിലുള്ളവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കേട്ടോ റഹീംക്ക നിഷിത്തയും. അപ്പോൾ അവരുടെ മോളായിട്ടുള്ള ഹിബുവിൻ്റെ കല്യാണം കൂടാൻ പറ്റിയതിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയും ഭയങ്കര ത്രിൽഡും ആയിരുന്നു. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹിബുവിൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞു കേട്ടോ. മാഷാ അല്ലാഹ്, ഭയങ്കര സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഹിബുവിനെ കാണാനായിട്ട്. കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഹിബുവിൻ്റെ മണവാളന്. മാഷാ അല്ലാഹ്, നല്ല മൊഞ്ചനും മൊഞ്ചത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളുടെ ഡാൻസും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചത് മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ. എറണാകുളത്ത് മറൈൻ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. മറൈൻ ഡ്രൈവ് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ടല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ നടന്ന ശേഷം നേരെ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ബോട്ടിൽ കയറിയപ്പോൾ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഞങ്ങൾ 2015 ലാസ്റ്റ് ടൈം മറൈൻ ഡ്രൈവിലേക്ക് വന്നത്. ഇപ്പോൾ അതിന് ശേഷം വീണ്ടും ഉമ്മാനെയും താത്തനെയൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ ബോട്ടുകൾ കണ്ടു, കുറേ ഫെറി, അതേപോലെ ചരക്ക് കപ്പലുകൾ, ഹൗസ് ബോട്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറേ കണ്ടു കേട്ടോ. മോന് ഈ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അതേപോലെ ഈ ബോൾക്കാട്ടി പാലസ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ളി നക്ഷത്രം ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടാണ്. അതേപോലെ കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ബോട്ടും. ഇതൊരു ചരക്ക് കപ്പലാണ്, അതൊക്കെ കാണുമ്പോൾ മോനിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹൗസ് ബോട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു വിഷ്വൽ ട്രീറ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.